നമസ്കാരം. എല്ലാവർക്കും വേ2 PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് PSCയിൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ് മലയാളം. മലയാളത്തിൽ നമുക്ക് ആകെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അത് നമുക്ക് വളരെ എളുപ്പത്തിലും പഠിക്കാൻ പറ്റുന്നതാണ്. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ മലയാളം പഠിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പര്യായപദങ്ങളെക്കുറിച്ചാണ്. മലയാളത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് പര്യായപദങ്ങൾ. എല്ലാ എക്സാംസിനും ഈ പര്യായപദങ്ങളുടെ ഒരു ചോദ്യം PSC ചോദിക്കാറുണ്ട്. ഒന്നോ രണ്ടോ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ PSC ചോദിക്കാറുള്ളത് പര്യായപദങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ പര്യായപദങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം സൂര്യൻ്റെ പര്യായപദങ്ങൾ നോക്കാം. ആദിത്യൻ, ദിവാകരൻ, ദിനകരൻ, രവി, തരണി, ഭാസ്കരൻ. ഇതിൽ ഈ രണ്ടെണ്ണം നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ദിവാകരനും ദിനകരനും അത് ഒരേപോലെയല്ലേ പറയുമ്പോൾ? ദിവാകരൻ, ദിനകരൻ. അത് കൂടാണ്ട് ആദിത്യൻ, പിന്നെ രവി, തരണി, ഭാസ്കരൻ. ഇതെല്ലാം ഒരു ആൾക്കാരുടെ പേരാണ്. അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി അടുത്തത് ഇരുട്ട്. ഇരുട്ടിൻ്റെ പര്യായപദങ്ങൾ നോക്കാം. ദ്വാന്തം, അന്ധകാരം, തമസ്, തമ്മിശ്രം, തിമിരം. ഇതിൽ 2-3 പേരെല്ലാം നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. എന്താ വെച്ചാൽ അന്ധകാരം എന്ന് വെച്ചാൽ ഇരുട്ട് എന്നാണല്ലോ. അതേപോലെ തിമിരം എന്ന് വെച്ചാൽ കണ്ണിന് വരുന്ന ഒരു രോഗമാണല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ണിൽ ഇരുട്ട് കയറുന്ന അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ തിമിരം, അന്ധകാരം നമുക്ക് ഓർത്ത് വെക്കാം ഇരുട്ടിൻ്റെ പര്യായപദമാണെന്ന്. പിന്നെ അതുകൂടാതെ ദ്വാന്തം, തമസ്, തമ്മിശ്രം. അടുത്തത് ജലത്തിൻ്റെ പര്യായപദങ്ങൾ. വാരി, സലിലം, അപ്പ്, ജലജം, ജലദം, ജലധി. ഇതിൽ ലാസ്റ്റത്തെ 3 എളുപ്പമാണ് നമുക്ക്. ജലം, ജലജം, ജലദം, ജലധി. പിന്നെ ഉള്ളത് വാരി, സലിലം, അപ്പ്. ഇതും കൂടി നമുക്ക് പറയുമ്പോൾ നമുക്ക് കിട്ടും. ഇനി അടുത്തത് കുതിരയുടെ പര്യായപദങ്ങൾ നോക്കാം. അശ്വം, തുരകം, ഹയം, വാജി, അജരം. ഇത് കുറച്ച് പാടാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒന്നുകൂടി നോക്കാം. അശ്വം, തുരകം, ഹയം, വാജി, അജരം. ഇവയെല്ലാം കുതിരയുടെ പര്യായപദങ്ങളാണ്. ഇനി അടുത്ത് ചന്ദ്രൻ്റെ നോക്കാം. ഇന്ദു, അമ്പിളി, ഉടുപതി, തിങ്കൾ, മൃഷാങ്കൻ, ശശാങ്കൻ, ഏണാങ്കൻ, ശശി, ശശിധരൻ, സുധാംശു, സോമൻ. ഇത് നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു ചിരി വരുന്ന കുറച്ച് പേരുകളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കാം. പക്ഷെ ക്വസ്റ്റ്യൻ നമുക്കറിയാം. ഈ അമ്പിളി എന്നെല്ലാം പറഞ്ഞ ചന്ദ്രനെ എല്ലാ കുഞ്ഞുനാളിലെ എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ തിങ്കൾ. പിന്നെയുള്ളത് ഈ 3 മൃഷാങ്കനും, ശശാങ്കനും, ഏണാങ്കനും. ഇത് ലാസ്റ്റ് ഇങ്കൻ എന്ന് പറയുന്നുണ്ട്. മൃഷാങ്കൻ, ശശാങ്കൻ, ഏണാങ്കൻ അങ്ങനെ പഠിക്കാം. പിന്നെ ശശി, ശശിധരൻ അതും നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് ഇന്ദു, ഉടുപതി, തിങ്കൾ, സുധാംശു, സോമൻ. ഇവയെല്ലാമാണ് ചന്ദ്രന്റെ പര്യായപദങ്ങൾ. അതിനടുത്ത് തത്തം. ശുകം, കീരം, ശാരിക. ശുകം, കീരം, ശാരിക, തത്തം. അങ്ങനെ ഓർത്താൽ മതി. ഇതിനടുത്ത് ആകാശം. ഇത് ചോദിക്കുന്ന ചോദ്യമാണ്. വാനം, ഗഗനം, വ്യോമം, നഭസ്, അമ്പരം. ഇതിൽ നമുക്ക് വാനവും വ്യോമവും ഓർമ്മ കിട്ടും എന്തായാലും. എന്താ വെച്ചാൽ വ്യോമസേന എന്നെല്ലാം അറിയാലോ. അപ്പോൾ ആകാശത്തിന് വ്യോമം, വാനം. ഇനി ബാക്കിയുള്ളതാണ് ഗഗനം, നഭസ്, അമ്പരം. അടുത്തത് നക്ഷത്രത്തിന്റെ നോക്കാം. താരം, താരകം, ഉടു. ഇതിൽ നമുക്ക് താരെന്നും താരകെന്നും എന്തായാലും കിട്ടും. താരം എന്ന് വെച്ചാൽ നക്ഷത്രം നമുക്ക് എന്തായാലും അറിയാലോ. താരം, താരകം, ഉടു ആണ് നക്ഷത്രം. പക്ഷെ ഈ ഉടുപതി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രനാണ്. ഉടു എന്ന് വെച്ചാൽ നക്ഷത്രം എന്നും ഉടുപതി എന്ന് വെച്ചാൽ ചന്ദ്രനുമാണ്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഇനി അടുത്ത് മകന്റെ പര്യായപദങ്ങൾ നോക്കാം. പുത്രൻ, തനയൻ, സുതൻ. പുത്രൻ, തനയൻ, സുതൻ. ഇതിപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ മകന്റെ പര്യായം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മകന്റെ പര്യായപദങ്ങൾ ഈ 3 അറിയുമെങ്കിൽ അതിൽ അല്ലാത്തത് ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം മകന്റെ പര്യായപദങ്ങളാണ് പുത്രൻ, തനയൻ, സുതൻ. അടുത്തത് പുത്രിയുടെ നോക്കാം. ആത്മജ, തനയ, തനൂജ, നന്ദിനി, മകൾ. ഇതിൽ മകള് നമുക്ക് എന്തായാലും അറിയാം. പിന്നെയുള്ളതാണ് നന്ദിനി, തനൂജ, തനയ, ആത്മജ.
ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് നദിയുടെ പര്യായപദങ്ങൾ. ഏകദേശം എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട് മലയാളം ഭാഗത്തിൽ ഈ നദിയുടെ പര്യായപദങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തായാലും പഠിക്കണം. സരിത്ത്, തടിനി, വാഹിനി, നിമ്നക, തരംഗിണി. ഒന്നുകൂടി പറയാം. സരിത്ത്, തടിനി, വാഹിനി, നിമ്നക, തരംഗിണി. ഇവയെല്ലാം നദിയുടെ പര്യായപദമാണ്. ഇനി അടുത്തത് വാക്ക്. വാക്കിൻ്റെ പര്യായപദങ്ങളാണ് വാണി, ഉക്തി, വചനം, ഭാഷിതം. ഇതിൽ വചനം എന്നുള്ളത് നമുക്ക് ഓർമ്മ വരും. വാക്ക്, വചനം എന്നുള്ളത് ഓർമ്മ വരും. ബാക്കിയുള്ളത് ഉക്തി, വാണി, ഭാഷിതം. അടുത്ത അമ്മയുടെ പര്യായപദങ്ങൾ നോക്കാം നമുക്ക്. മാതാവ്, ജനയിത്രി, ജനനി, ജനിത്രി, പ്രസു, തായി. ഇതിൽ കുറച്ചുകൂടെ നമുക്കറിയാം. എന്നുവെച്ചാൽ മാതാവ് അറിയാം, ജനയിത്രി, ജനനി, ജനിത്രി, ഇത് മൂന്നും നമുക്ക് ഒന്നിച്ച് പഠിക്കാൻ പറ്റും. ജനയിത്രി, ജനനി, ജനിത്രി. പിന്നെ തായ്, അതും അറിയാം. തമിഴിൽ തായ് എന്നല്ല അമ്മേനെ പറയാം. പിന്നെ പ്രസു ആണ് ഇതിൽ നമുക്ക് അറിയാത്തുള്ളത്, പ്രസു. അപ്പം അമ്മയുടെ പര്യായപദങ്ങളാണ് മാതാവ്, ജനയിത്രി, ജനനി, ജനിത്രി, പ്രസു, തായ്. അടുത്തത് വീണയുടെ പര്യായപദങ്ങൾ നോക്കാം. വിഭഞ്ചി, വിഭഞ്ചിക, വല്ലകി. ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. വിഭഞ്ചിയും വിഭഞ്ചികയും. പിന്നെ ഒന്ന് വല്ലകിയാണ്. ഇനി അടുത്തത് തേനിൻ്റെ പര്യായപദങ്ങൾ നോക്കാം. മധു, മടു, മട്ട്, മാധി, മകരന്തം. ഇപ്പോൾ മധു എന്ന് എല്ലാവർക്കും അറിയാം. ഹിന്ദിയിൽ മധു എന്ന് വെച്ചാൽ തേനാണല്ലോ. പിന്നെ മടു, മട്ട്, മാധി, മകരന്തം. ഇതെല്ലാം മായിലാണ് തുടങ്ങുന്നത്. എന്ന് കരുതി എല്ലാം മായിൽ തുടങ്ങുന്നത് തേൻ തന്നെ ആവണമെന്നില്ല. ഈ പറഞ്ഞ 4 തുടങ്ങുന്നത് മായിലാണ്. അങ്ങനെ പറഞ്ഞാണ്. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് മേഘം. മേഘത്തിൻ്റെ പര്യായപദങ്ങൾ മുഖിൽ, ഘനം, ജലധം, ജലധരം, അംബുദം, ഘനാങ്കനം. ഇത് മേഘത്തിൻ്റെ പര്യായപദങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. മുഖിൽ, ഘനം, ജലധം, ജലധരം, അംബുദം, ഘനാങ്കനം. ഇനി അച്ഛൻ്റെ പര്യായപദങ്ങൾ നോക്കാം നമുക്ക്. പിതാവ്, ജനകൻ, താതൻ, ജനയിതാവ്. ഇതിൽ നമുക്ക് പിതാവെന്നും ജനകനും ജനയിതാവെന്നും എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതിൽ താതൻ എന്നുള്ളതാണ് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ പിതാവ്, ജനകൻ, ജനയിതാവ്, താതൻ എന്നത് അച്ഛൻ്റെ പര്യായപദമാണ്. അടുത്ത രാത്രി. രാത്രിയുടെ പര്യായപദങ്ങളാണ് രജനി, നിശ, യാമിനി. രജനി, നിശ, യാമിനി എന്നിവ രാത്രിയുടെ പര്യായപദങ്ങളാണ്. അടുത്ത വൃക്ഷം. വൃക്ഷത്തിൻ്റെ നോക്കാം നമുക്ക്. തരു, ദ്രുമം, ശാഖി, പാദപം, വിടപി. ഇതിൽ തരുന്നും ശാഖിന്നും എല്ലാവർക്കും അറിയും. പിന്നെ ബാക്കി അറിയാതെ ഉള്ളതാണ് ദ്രുമവും പാദപവും വിടപിയും. അടുത്ത കുടയുടെ പര്യായപദങ്ങൾ നോക്കാം. ഛത്രം, ആദപത്രം. ഈ ഛത്രം എന്നുള്ളതെല്ലാം നമ്മൾ പണ്ടേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഛത്രം എന്ന് പറഞ്ഞാൽ കുടയാണ്. പിന്നെ ആദപത്രം. അടുത്ത മഴവില്ലിൻ്റെ. ഇന്ദ്രചാപം, രോഹിതം. മഴവില്ലിൻ്റെ പര്യായപദങ്ങളാണ് ഇന്ദ്രചാപം, രോഹിതം. ഇനി അടുത്ത തിര. തിരയുടെ പര്യായപദങ്ങളാണ് ഓളം, ഊർമി, കല്ലോലം. ഇപ്പോൾ ഓളം നമുക്ക് എല്ലാവർക്കും അറിയാം. തിര, ഓളം എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഊർമിയും കല്ലോലം. അടുത്ത തീയുടെ പര്യായപദങ്ങളാണ് അഗ്നി, വഹ്നി, അനലൻ. ഇവയെല്ലാം തീയുടെ പര്യായപദങ്ങളാണ്. അടുത്ത പാൽ. പാലിൻ്റെ പര്യായപദങ്ങളാണ് പയസ്, ക്ഷീരം, ദുഗ്ധം. ഇതിൽ ക്ഷീരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പാല് എന്നാണെന്ന്. ഇനി പയസ്സും ദുഗ്ധവുമാണ് അറിയാതെ ഉള്ളത്. അപ്പോൾ പാലിൻ്റെ പര്യായപദങ്ങളാണ് പയസ്സും, ക്ഷീരവും, ദുഗ്ധം. ഇനി പക്ഷിക്കൂടിൻ്റെ പര്യായപദങ്ങൾ നോക്കാം നമുക്കൊന്ന്. പഞ്ചരം, നീഡം. പക്ഷിക്കൂടിൻ്റെ പര്യായപദങ്ങളാണ് പഞ്ചരവും നീഡവും. അടുത്തത് ഓടക്കുഴൽ. വേണു, മുരളി, സുഷിരം. ഇത് മുരളി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ഓടക്കുഴലിൻ്റെ പര്യായപദം. അത് കൂടാണ്ട് വേണു, സുഷിരം. സുഷിരം എന്ന് വെച്ചാൽ ഇങ്ങനെ തുളയില്ലേ അതിന്. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സുഷിരം, മുരളി, വേണു എന്നിവയാണ് ഓടക്കുഴലിൻ്റെ പര്യായപദങ്ങൾ. അടുത്തത് പട്ടണം. പട്ടണത്തിൻ്റെ പര്യായപദങ്ങൾ നോക്കാം. നഗരം, പത്തനം, പുരി, പുടഭേദനം. ഇതിൽ നഗരം എന്നും പത്തനം, പട്ടണം, പത്തനം അങ്ങനെ ഓർത്ത് വെക്കാം. ഇതിലുള്ള പുരിയും പുടഭേദനവുമാണ്. അടുത്ത അടുക്കള.
അടുക്കളയുടെ പര്യായപദങ്ങളാണ് രസവതി, മഹാനസം, പാകസ്ഥാനം. ഇതിൽ പാകസ്ഥാനം നമുക്ക് അറിയാൻ പറ്റും, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന പാകം ചെയ്യുന്ന സ്ഥലമാണ് പാകസ്ഥാനം, അതാണ് അടുക്കള. പിന്നീട് രസവതിയും മഹാനസവുമാണ്. അടുത്തത് മിന്നാമിനുങ്ങ്. ഇന്ദുഗോപം, പ്രഭാകീടം, നിശാമണി. ഇന്ദുഗോപം, പ്രഭാകീടം, നിശാമണി എന്നത് മിന്നാമിനുങ്ങിൻ്റെ പര്യായപദങ്ങളാണ്. പ്രകാശം, ശോഭ, വെളിച്ചം, ദ്യോതം, ദ്യുതി. ഇതിൽ നമുക്ക് വെളിച്ചം എന്നുള്ളതും ഈ ദ്യുതി, അതായത് വൈദ്യുതിയുടെ ദ്യുതിയാണ് പ്രകാശം. പിന്നെ ശോഭ, ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഇതിൽ അറിയാത്ത ദ്യോതം എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ളവയെല്ലാം പ്രകാശത്തിൻ്റെ പര്യായപദങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. രോഗം, പീഡ, വ്യാധി, ആമയം, രുച. ഇതിൽ നമുക്ക് വ്യാധി എന്നുള്ളത് അറിയാം, നമ്മൾ രോഗത്തിന് വ്യാധി എന്ന് പറയാറുണ്ട്. ബാക്കിയുള്ളവ കുറച്ച് ടഫായതാണ്. പീഡ, ആമയം, രുച. താമരയുടെ പര്യായപദങ്ങളാണ് നളിനം, രാജീവം, പത്മം, അംബുജം, കമലം, വാരിജം. ഇതിൽ പത്മവും അംബുജവും കമലവും എല്ലാം സാധാരണ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൽ കുറച്ച് അറിയാതെയുള്ളത് നളിനം, രാജീവം, വാരിജം എന്നിവയാണ്. അടുത്തത് തലമുടി. കോശം, വേണി, കചം, കുഴൽ, കുന്തളം, ചിഗുരം, ശിരോരൂഹം. ഇതിൽ കുന്തളം, അതായത് കൂന്തൽ എന്നെല്ലാം പറയാം, അളകാന കൂന്തൽ എന്നെല്ലാം പറയാറില്ലേ, അത് തലമുടീനെയാണ്. ബാക്കിയുള്ളവയാണ് കോശം, പിന്നെ വേണി, കച്ചം, കുഴൽ, ചിഗുരം, ശിരോരൂഹം. പാണി, ബഹു, ഹസ്തം, കരം. ഇവയെല്ലാം കൈയുടെ പര്യായപദങ്ങളാണ്. ഇതിൽ ഹസ്തം, ഹസ്തരേഖാശാസ്ത്രം എന്നെല്ലാം പറയുന്നില്ല. അതേപോലെ കരം, ഇത് രണ്ടും നമുക്ക് അറിയുന്നതാണ്. ഇതിൽ അറിയാത്തതെന്ന് പറഞ്ഞാൽ പാണിയും ബഹുവുമാണ്. കണ്ണിൻ്റെ പര്യായപദങ്ങൾ ഇതിൽ ഏകദേശം നമുക്ക് അറിയുന്ന തന്നെയാണ്. നയനം, അക്ഷി, നേത്രം, ലോചനം, ചക്ഷുസ്. ഇതിൽ ഈ നയനം, അക്ഷി, നേത്രം, ലോചനം എന്നെല്ലാം അറിയുന്നതാണ്. ഇതിൽ ഈ ചക്ഷുസ് എന്ന് പറയുന്ന മാത്രമാണ് ഇങ്ങനെ അധികം പറയാത്തത്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞതാണ് PSC സ്ഥിരമായി ചോദിക്കുന്ന പര്യായപദങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള പര്യായപദം മാത്രമായിരിക്കുള്ള ആ വാക്കിനുണ്ടാവുക, വേറെയും കുറേ ഉണ്ടാവും. അപ്പോൾ എനിക്കറിയുന്ന മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇവിടെ കുറേ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൻ്റെ കുറച്ചെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പം നിങ്ങൾക്ക് എല്ലാം വേണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ആ നോട്ട്സ് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.